നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റോസ്റ്റ് ആണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ചെമ്മീൻ കൂന്തൽ റോസ്റ്റ് ആണ്. സാധാരണ നമ്മൾ ചെയ്യാറ് ഒന്നുകിൽ ചെമ്മീൻ തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ കൂന്തൽ തന്നെ. ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ റോസ്റ്റ് ആക്കുന്നത്. അപ്പൊ വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ രുചിവിസ്മയ റെസിപ്പി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കണം കേട്ടോ. നമ്മളുടെ ഈ സ്പെഷ്യൽ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ചെമ്മീനും കൂന്തലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂന്തൽ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ചെമ്മീൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആദ്യം ഒന്ന് പുരട്ടി വെക്കണം. ഇതിന്റെ അളവ് എന്ന് പറയുന്നത് രണ്ടും കൂടി 1 കിലോ അളവാണ്. ചെമ്മീൻ 1 കിലോ, കൂന്തലും 1 കിലോ. അപ്പൊ ഞാൻ ഇതിലേക്ക് ആദ്യം കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒപ്പം തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക. ഒരുപാട് മസാലപ്പൊടി ഈ സമയത്ത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, അതുപോലെ ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അതായത് മസാലപ്പൊടികളൊക്കെ എല്ലാ ഭാഗത്തുനിന്ന് എത്തുന്നത് പോലെ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കി എടുത്ത് മാറ്റി വെക്കുക. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് എങ്കിലും എന്തായാലും ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചെമ്മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ട്. അപ്പൊ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ സമയത്ത് ഇതിലേക്ക് ഇത്തിരി കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീനും കൂന്തലും കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് നിരത്തിയിട്ട് കൊടുക്കുക. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഡീപ്പായിട്ടൊന്നും ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതി. അപ്പൊ ഒരു ഭാഗം ആകുമ്പോൾ പതിയെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. കറക്റ്റ് മൂപ്പാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ ഇത്രയും ഫ്രൈ ആക്കിയാൽ മതി. ഒരുപാട് ഓവറായിട്ട് ഫ്രൈ ആക്കരുത്. വല്ലാണ്ട് ഓവർ ഫ്രൈ ആയി കഴിഞ്ഞാൽ ചെമ്മീനും കൂന്തലൊക്കെ റബ്ബർ പോലെ ആകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ബാക്കി ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ഈ ഒരു പരുവത്തിൽ എല്ലാം ഫ്രൈ ആക്കിയാൽ മതി. ഇപ്പൊ ഞാൻ എല്ലാം ഈ ഒരു രീതിക്ക് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിന്റെ മസാല തയ്യാറാക്കാം. അപ്പൊ ആ സെയിം ഓയിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേറെ ഓയിൽ എടുക്കാം, പക്ഷെ ഏറ്റവും നല്ലത് ആ സെയിം ഓയിലിൽ തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ ഓയിൽ ഒന്നുകൂടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത്തിരി കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതലാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ചെമ്മീനും കൂന്തലൊക്കെ കഴിക്കുന്നതിനൊപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാ. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി, ഒരുപാട് മൊരിയാൻ നിൽക്കണ്ട. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. മുഴുവനായിട്ടുള്ള ഒരു വെളുത്തുള്ളി മുഴുവനും ചെറുതായിട്ട് കട്ട് ചെയ്താണ്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി 200 ഗ്രാം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ്. ചെറിയ ഉള്ളി തന്നെ ചേർക്കണം ഇതിലേക്ക്. സവാള നമ്മൾ ഈ റോസ്റ്റിൽ എടുക്കുന്നില്ല. ചെറിയ ഉള്ളിയാണ് ഇതിന്റെ ഒരു ടേസ്റ്റ്. അപ്പൊ അല്പം ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പൊ നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അപ്പൊ ഏകദേശം ഒരു പകുതി മൂപ്പാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനൊരു 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ട് കൊടുക്കുക. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്. നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിന്റെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ ടോട്ടൽ കണക്കാക്കിയിട്ടുള്ള എരിവില് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഞാൻ 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവൊന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. പക്ഷെ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി മാത്രം എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതനുസരിച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ മുളക് പൊടി ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയല്ല, മുഴുവനുള്ള കുരുമുളക് ചതച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക.
നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലപ്പൊടി നന്നായിട്ട് മൂത്ത് വരണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇപ്പൊ പൊടികളൊക്കെ നല്ല പാകത്തിന് മൂത്ത് ആ പച്ച ടേസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട്, മുളകിന്റെ കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഇപ്പൊ വലിയൊരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് വെന്തുടയണം. ഇപ്പൊ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കാം. 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞ് കിട്ടണം. ഇപ്പൊ 2-3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. ഇപ്പൊ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം ഇളക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. അപ്പൊ അടച്ചു വെക്കുന്ന സമയത്ത് 2-3 പ്രാവശ്യം ഇടയ്ക്ക് നിങ്ങൾ ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ വലിയ ജീരകത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിന്റെ കൂടെ ഞാൻ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് ചേർത്ത വീഡിയോ മിസ്സായി പോയതാണ്. അപ്പൊ നിങ്ങൾ ചേർക്കുമ്പോൾ ഉപ്പ് കൂടെ പാകത്തിന്, മസാലയിലേക്കുള്ള പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങ നീരാണ്. ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് മിക്സ് ആക്കി നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പൊ മസാലയ്ക്ക് ചെറിയൊരു പുളി ടേസ്റ്റ് അടിപൊളിയാണ്. ഒരുപാട് പുളി ആവണ്ട. അപ്പൊ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർക്കാം. ഉപ്പ്, പുളി, എരിവൊക്കെ നോക്കുക. എരിവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചതച്ച കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. കുരുമുളകിന്റെ പൊടിയല്ല, ചതച്ച കുരുമുളക്. അപ്പൊ എനിക്ക് എല്ലാം പാകമാണ്. ഉപ്പും പുളി എരിവൊക്കെ പാകമാണ്. ഇനി നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള നമ്മുടെ ചെമ്മീനും കൂന്തലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. മസാല എല്ലായിടത്തും എത്തട്ടെ. അപ്പൊ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ചെറിയ തീയിൽ അടച്ചു വെക്കും. അപ്പൊ നന്നായിട്ട് ചെമ്മീനിലൊക്കെ ആ മസാല പിടിച്ചു കിട്ടും. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കൂന്തൽ റോസ്റ്റ് ആണ്. അപ്പൊ തനിയെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആണിത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ്. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അടപ്പ് മാറ്റിയതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടെ ചെറിയ തീയിൽ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാനായിട്ട്. അപ്പൊ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് ചതച്ചതും അതുപോലെ 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പൊ എന്തിന്റെ കൂടെ ആണെങ്കിലും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കൂന്തൽ റോസ്റ്റ് ആണ്. ഈ രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്നത്തെയും പോലെ തന്നെ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.